സോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആന്റിന ലുക്ക് ആംഗിൾസിന്റെ പ്രോബ്ലത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമുക്കറിയാം ആന്റിന ലുക്ക് ആംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് നമ്മുടെ എർത്ത് സ്റ്റേഷൻ ആന്റിന ഏത് കോർഡിനേറ്റിൽ അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ വെച്ചാലാണ് കറക്റ്റ് അല്ലെങ്കിൽ സാറ്റലൈറ്റിൽ നിന്നുള്ള മാക്സിമം സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് കാണിക്കുന്നതാണ് ആന്റിന ലുക്ക് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ആംഗിളാണ് ആന്റിന ലുക്ക് ആംഗിൾസ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഒന്ന് അസിമുത്ത് ആംഗിളും ഒന്ന് എലിവേഷൻ ആംഗിളും. സോ അതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചതാണ്. സോ അസിമുത്ത് ആംഗിൾ AZ എന്നും എലിവേഷൻ ആംഗിൾ EL എന്നാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ അതിൽ വരുന്ന പ്രോബ്ലത്തിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ, ലാറ്റിറ്റ്യൂഡ് ആണ് ഒരു പാരാമീറ്റർ ലോഞ്ചിറ്റ്യൂഡ് ആണ് പറയുക. അപ്പൊ ലാറ്റിറ്റ്യൂഡിനെ ലാംഡ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഈ ലാറ്റിറ്റ്യൂഡ് തന്നെ പോസിറ്റീവ് വാല്യൂ ഉണ്ടാവാം, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവാം. എപ്പോഴാണ് പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുക? അതായത് ലാറ്റിറ്റ്യൂഡിന്റെ ഒപ്പം നോർത്ത് എന്നുള്ള ഡയറക്ഷൻ ആണ് കൊടുത്തതെങ്കിൽ ആ ആംഗിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ആംഗിൾ ആയിരിക്കും. അപ്പൊ പ്രോബ്ലത്തിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനി ലാറ്റിറ്റ്യൂഡ് എന്നുള്ള ഡിഗ്രിയുടെ ഒപ്പം സൗത്ത് എന്നുള്ള ഡയറക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ വാല്യൂ നമ്മൾ നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് അസ്യൂം ചെയ്യേണ്ടത്. ഇപ്പൊ 35 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുകയാണെങ്കിൽ -35 ഡിഗ്രി എന്നാണ് പ്രോബ്ലത്തിൽ നമ്മൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ അതാണ് ഈ ഒരു ലാറ്റിറ്റ്യൂഡിന്റെ കേസിൽ പറയുന്നത്. പിന്നെ ലാംഡ E എന്ന് പറയുമ്പോൾ എർത്ത് സ്റ്റേഷന്റെ ലാറ്റിറ്റ്യൂഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ആണ്. ഫൈ E എന്ന് പറഞ്ഞാൽ എർത്ത് സ്റ്റേഷന്റെ ലോഞ്ചിറ്റ്യൂഡ് ആണ്. അത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലാണ് പറയുക. ഇതേ കണക്കിന് തന്നെ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് എടുക്കുക, വെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനെ നെഗറ്റീവ് വാല്യൂ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ ഫൈന്റെ ഒപ്പം സഫിക്സിൽ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സബ് സാറ്റലൈറ്റ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റിന്റെ ലോഞ്ചിറ്റ്യൂഡ് ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ എന്തായാലും പഠിക്കണം. പിന്നെ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള പ്രധാന ഫോർമുലാസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാറ്റലൈറ്റിന്റെ ലോഞ്ചിറ്റ്യൂഡും എർത്ത് സ്റ്റേഷന്റെ ലോഞ്ചിറ്റ്യൂഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് എർത്ത് സ്റ്റേഷൻ ലോഞ്ചിറ്റ്യൂഡ് മൈനസ് സാറ്റലൈറ്റിന്റെ ലോഞ്ചിറ്റ്യൂഡ്. അപ്പൊ ആ ആംഗിളുകൾ തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് ക്യാപിറ്റൽ B വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഈ ക്യാപിറ്റൽ B, സ്മോൾ b, ക്യാപിറ്റൽ A ഇതൊക്കെ എന്തിനാണ് അൾട്ടിമേറ്റ്ലി കണ്ടുപിടിക്കുന്നത്? അസിമുത്ത് ആംഗിളും എലിവേഷൻ ആംഗിളും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിലേക്ക് കൊണ്ടെത്തിക്കുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഈ ക്യാപിറ്റൽ B, സ്മോൾ ലെറ്റർ B, ക്യാപിറ്റൽ A എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈ ക്യാപിറ്റൽ B കണ്ടുപിടിക്കണം, എന്നാൽ മാത്രമേ സ്മോൾ ലെറ്റർ B കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ സ്മോൾ ലെറ്റർ B എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എർത്ത് സ്റ്റേഷൻ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് എർത്ത് സ്റ്റേഷൻ ടു റേഡിയസ് ഓഫ് സാറ്റലൈറ്റ് പോയിന്റ് ആണ്. അത് എർത്ത് സ്റ്റേഷനിലോട്ട് വരയ്ക്കുന്ന റേഡിയസും സാറ്റലൈറ്റിലോട്ട് വരയ്ക്കുന്ന ആ റേഡിയസിനും ബിറ്റ്വീനുള്ള ആംഗിൾ ആണ് സ്മോൾ ലെറ്റർ B എന്ന് കാണിക്കുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്ക് കോസ് B കോസ് ലാംഡ I. ഇതിൽ നമുക്ക് B എന്താണെന്നറിയാം. B നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, ലാംഡ ഈ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാകും. സോ കോസ് Bയും കോസ് ലാംഡയും കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിനെ എന്ത് ചെയ്യുക? ആർക്ക് കോസ് കണ്ടുപിടിക്കുക. അപ്പൊ ആർക്ക് കോസ് എന്നുള്ള ടേം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വലന്റ് ടു കോസ് ഇൻവേഴ്സ് ആണ്. സോ എന്ത് ചെയ്താൽ മതി? ഈ ബ്രാക്കറ്റിൽ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ കോസ് ഇൻവേഴ്സ് എടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സ്മോൾ ലെറ്റർ B കിട്ടി. ഇനി സ്മോൾ ലെറ്റർ B കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ആംഗിൾ A കിട്ടുള്ളൂ. ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർക്ക് സൈൻ മോഡുലസ് ഓഫ് B ഡിവൈഡ് ബൈ സൈൻ സ്മോൾ ലെറ്റർ B. അപ്പൊ സ്മോൾ ലെറ്റർ B ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് B എന്ന് പറയുമ്പോൾ എന്താണോ B കിട്ടിയത് അതിന്റെ പോസിറ്റീവ് വാല്യൂ വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പൊ സൈൻ ഓഫ് ബിയുടെ വാല്യൂ ഡിവൈഡ് ബൈ സൈൻ സ്മോൾ ലെറ്റർ ബിയുടെ വാല്യൂ ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന ആൻസറിന്റെ എന്തെടുക്കുക? സൈൻ ഇൻവേഴ്സ് എടുക്കുക. ആർക്ക് സൈൻ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ആയിരിക്കും ഓഫ് ഈ ബ്രാക്കറ്റിൽ കിട്ടിയ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ A കിട്ടി. അപ്പോൾ ഈ ക്യാപിറ്റൽ A കിട്ടിക്കഴിഞ്ഞാല്, അതായത് ക്യാപിറ്റൽ B, ലാംഡ, ക്യാപിറ്റൽ A ഈ 3 പാരാമീറ്റേഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അസിമുത്ത് ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ അസിമുത്ത് ആംഗിൾ കണ്ടുപിടിക്കാൻ 4 കോമ്പിനേഷൻ ഉള്ളത്. ലാംഡ Eയുടെയും Bയുടെയും 4 കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പോൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ലാംഡ E 0നേക്കാൾ ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന് നോക്കുക. അതുപോലെ നമ്മൾ കണ്ടുപിടിച്ച ക്യാപിറ്റൽ B 0നേക്കാൾ ലെസ് ആണോ ഗ്രേറ്റർ ആണോ നോക്കുക. എന്നിട്ട് ഇതിൽ ഏത് കോമ്പിനേഷൻ ആണ് വർക്ക് ആവുന്നത് അത് വെച്ചിട്ട് അസിമുത്ത് ആംഗിൾ കണ്ടുപിടിക്കുക. ഇപ്പൊ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്കായത് ഈ ഒരു കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലാംഡ എന്ന് പറയുന്നത് 0നേക്കാട്ടും ഗ്രേറ്റർ ആണ്, നമുക്ക് കണ്ടുപിടിച്ച B എന്ന് പറയുന്നത് 0നേക്കാട്ടും ലെസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അസിമുത്ത് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കിട്ടിയ A ഉണ്ടല്ലോ, അത് 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചാലാണ് അസിമുത്ത് ആംഗിൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വൺ ഓഫ് ദി ലുക്ക് ആംഗിൾ ആയിട്ടുള്ള അസിമുത്ത് ആംഗിൾ ഈ ഒരു ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചലഞ്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലിവേഷൻ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ അതിനു മുന്നേ നമ്മൾ അതിലേക്ക് എത്തിച്ചേരേണ്ട കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് D എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ് പറയുന്നത്.
അപ്പൊ ആ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ എർത്ത് സ്റ്റേഷനും നമ്മുടെ സാറ്റലൈറ്റും ഇൻ ബിറ്റ്വീനുള്ള റേഞ്ച് കണ്ടുപിടിക്കാൻ അതിന്റെ ഇക്വേഷനാണ് d √r². r എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് എർത്ത് സ്റ്റേഷൻ, മീൻ റേഡിയസ് ഓഫ് എർത്ത് ആണ് പറയുന്നത്. അത് കറക്റ്റ് ഫിക്സ്ഡ് വാല്യൂ ഉണ്ട്, എത്ര 6371 കിലോമീറ്റർ ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6371² പ്ലസ് AGS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞാൽ മീൻ റേഡിയസ് ഓഫ് ഈ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റിന്റെ മീൻ റേഡിയസ് ആണ് AGSO. സോ അതിന്റെ വാല്യൂ ഫിക്സ്ഡ് ആണ്, 42,164 കിലോമീറ്റർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക, മൈനസ് 2 ഇൻറ്റു ഈ പറഞ്ഞ r ഇൻറ്റു AGSO ചെയ്യുക. കോസ് ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? റേഞ്ച്. അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? സ്മോൾ ലെറ്റർ d. അതായത് നമുക്ക് റേഞ്ച് കിട്ടിക്കഴിഞ്ഞു. ഈ റേഞ്ച് ആക്ച്വലി എന്തിനാ കണ്ടുപിടിക്കുന്നത്? എലിവേഷൻ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഒരു പാരാമീറ്റർ ആണ് d എന്ന് പറയുന്നത്. സോ എലിവേഷൻ ആംഗിൾ എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ന് പറയുന്നത് ആർക്ക് കോസ് ഓഫ് AGSO ഡിവൈഡ് ബൈ d സൈൻ b. അതിൽ AGSO നമുക്കറിയാം വാല്യൂ എത്രയാണെന്ന് അറിയാം, ഫിക്സ്ഡ് വാല്യൂ ആണ്. d ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ബിയുടെ വാല്യൂ നമുക്കറിയാം. സോ സൈൻ ബി കണ്ടുപിടിച്ചാൽ മതി. സോ ഈ ബ്രാക്കറ്റിലെ ടേംസ് നമ്മൾ കിട്ടുവാണ്. ആർക്ക് കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? കോസ് ഇൻവേഴ്സ് ആണെന്നറിയാം. സോ ഈ കിട്ടിയ വാല്യൂവിന്റെ കോസ് ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? എലിവേഷൻ ആംഗിളും കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് അസിമുത്ത് ആംഗിൾ എലിവേഷൻ ആംഗിളും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ താഴെ അതിന്റെ ഒരു പ്രോബ്ലം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പ്രോബ്ലം വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഉണ്ട്. ജിയോ സ്റ്റേഷനറി ആണ്, ലൊക്കേറ്റഡ് ആയിട്ട് 90 ഡിഗ്രി വെസ്റ്റ്. കാൽക്കുലേറ്റ് ദി ആന്റിന ലുക്ക് ആംഗിൾ ഫോർ ആൻ എർത്ത് സ്റ്റേഷൻ ആന്റിന അറ്റ് ലാറ്റിറ്റ്യൂഡ് 35 ഡിഗ്രി നോർത്ത് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് 100 ഡിഗ്രി വെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സാറ്റലൈറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റും വെസ്റ്റും നമ്മൾ പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് ആയിരിക്കും പറയുന്നുണ്ടാവുക, നോർത്തും സൗത്തും പറയുന്നതാണ് ലാറ്റിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ സാറ്റലൈറ്റിന്റെ ആണ്. അപ്പോൾ 5S ആണ് കൊടുത്തിരിക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡ് ആണ് കൊടുത്തിരിക്കുന്നത്, 5S ആണ് കൊടുത്തിരിക്കുന്നത്. 5SS എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 90 ഡിഗ്രി വെസ്റ്റ് ആണല്ലോ. അപ്പൊ വെസ്റ്റിന്റെ നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഈസ്റ്റ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 5S എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക്? മൈനസ് 90 ഡിഗ്രി കിട്ടി. ഇനി എന്താ കൊടുത്തിരിക്കുന്നത്? എർത്ത് സ്റ്റേഷന്റെ ലാറ്റിറ്റ്യൂഡ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എർത്ത് ലാറ്റിറ്റ്യൂഡ് ലാംഡ വെച്ചിട്ടാണ് എർത്ത് സ്റ്റേഷന്റെ ആകുമ്പോൾ ലാംഡ ഇ. അപ്പൊ ലാംഡ ഇ എത്ര കൊടുത്തിരിക്കുന്നത്? 35 ഡിഗ്രി നോർത്ത് ആണ്. നോർത്ത് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ആണെന്നറിയാം അല്ലെ. അപ്പൊ ലാംഡ ഇ എന്ന് പറയുന്നത് പ്ലസ് 35 ഡിഗ്രി ആണ് കിട്ടി. ഇനി എർത്ത് സ്റ്റേഷന്റെ തന്നെ ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. അപ്പൊ അത് 5 ആണ്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 5 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എർത്ത് സ്റ്റേഷന്റെ 5E ആണ്. അപ്പൊ വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ വെസ്റ്റ് ആകുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് 100 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇത്തരം പാരാമീറ്റേഴ്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് അറിയുന്ന ഫിക്സഡ് പാരാമീറ്റേഴ്സ് ക്യാപിറ്റൽ R എന്താണെന്നറിയാം, ക്യാപിറ്റൽ AGSO എന്താണെന്നറിയാം. അപ്പൊ അത് രണ്ടും എഴുതി വെക്കുക. ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? അസിമുത്ത് ആംഗിൾ കണ്ടുപിടിക്കുക. അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യാറ്? ബി കണ്ടുപിടിക്കണം അല്ലെ. അതായത് 5E മൈനസ് 5S ആണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ 5E നമുക്ക് അറിയാം എത്രയാ? മൈനസ് 100 ആണെന്ന് അറിയാം. മൈനസ് 5S എത്രയാ? മൈനസ് 90. അപ്പൊ മൈനസ് ഓഫ് മൈനസ് 90 പ്ലസ് 90 അല്ലേ. അപ്പൊ മൈനസ് 100ഉം പ്ലസ് 90 ചേരുമ്പോൾ രണ്ട് ഡിഫറൻസ് സൈൻ ആണ്. അപ്പൊ എന്തായി? മൈനസ് 10 ഡിഗ്രി കിട്ടി. അപ്പൊ ബി എന്ന് പറയുന്നത് മൈനസ് 10 ഡിഗ്രി ആണ്. ഇനി ബി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സ്മോൾ ലെറ്റർ ബി കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആർക്ക് കോസ് ബി കോസ് ലാംഡ ഇ. കോസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 10 ഡിഗ്രി ആണ്, ലാംഡ ഇ 35 ഡിഗ്രി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് ആദ്യം ചെയ്തു. ഈ ബ്രാക്കറ്റിന്റെ പുറത്ത് ആർക്ക് കോസ് ആന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് പകരം നമുക്ക് എന്ത് ചെയ്താം? കോസ് ഇൻവേഴ്സ് ചെയ്യാം. കോസ് ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കിട്ടിയ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്മോൾ ലെറ്റർ ബിയുടെ ആംഗിളും കിട്ടും. എന്താ? 36.23 കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എ കണ്ടുപിടിക്കാം. എ കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആർക്ക് സൈൻ മോഡുലസ് ഓഫ് ബി ബൈ സൈൻ സ്മോൾ ലെറ്റർ ബി. അപ്പോൾ ക്യാപിറ്റൽ ബി നമുക്കറിയാം 10 ഡിഗ്രി ആണ്. അത് മൈനസ് ആണ് കിട്ടിയതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മോഡുലസ് ആയതുകൊണ്ട് പ്ലസ് എഴുതണം. ഡിവൈഡ് ബൈ സ്മോൾ ലെറ്റർ ബി 36.23 കിട്ടിയിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. പിന്നെ ബ്രാക്കറ്റിന്റെ പുറത്ത് എടുക്കുന്ന ആർക്ക് സൈൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിനുള്ളിൽ കിട്ടിയ വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ എന്നുള്ള വാല്യൂ 17.1 എന്ന് കിട്ടി. അപ്പൊ ഇതല്ല നമ്മുടെ അസിമുത്ത് വാല്യൂ. അസിമുത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ആ കോമ്പിനേഷൻ ചെക്ക് ചെയ്യണം. അപ്പൊ കോമ്പിനേഷൻ പറയുന്നത് ലാംഡ ഇയുടെയും ബിയുടെയും കോമ്പിനേഷൻ ആണല്ലേ. അപ്പൊ ബി എന്ന് പറയുമ്പോൾ -10 ആണ്. -10 എന്ന് പറഞ്ഞാൽ എന്താ? 0നേക്കാൾ കുറവ്. അപ്പൊ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ 0 എന്നുള്ള കണ്ടീഷൻ കിട്ടി. ഇനി ലാംഡ ഇ എന്ന് പറഞ്ഞാലോ അത് 35 ഡിഗ്രി ആണ് പ്ലസ്, അപ്പോ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. അപ്പോൾ ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 0, ബി ഈസ് ലെസ് ദാൻ 0 എന്നുള്ള കോമ്പിനേഷൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ. സോ അതിന്റെ നേർക്കുള്ള അസിമുത്ത് ആംഗിളിന്റെ കണ്ടീഷൻ എന്താണ്? 180 മൈനസ് എ ആണ്. സോ 180ൽ നിന്ന് ഈ കിട്ടിയ എയുടെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുക. എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 17.1 കിട്ടിയിട്ടുണ്ട്. ആ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ അസിമുത്ത് ആംഗിൾ നമുക്ക് കിട്ടും.
അപ്പോൾ ഒരു ലുക്ക് ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു, അതായത് അസിമുത്ത് ആംഗിൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എലിവേഷൻ ആംഗിൾ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് റേഞ്ച് അറിയണം. റേഞ്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആർ സ്ക്വയർ 6371 സ്ക്വയർ പ്ലസ് AGS നമുക്കറിയാം 42,164 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ആർ ഇൻറ്റു ഈ പറഞ്ഞ AGSO, പിന്നെ കോസ് ബി നമുക്കറിയാം. ബിയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് 36.3. അപ്പൊ അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് നമുക്ക് റേഞ്ചും കിട്ടും. എന്താ 37,215 കിലോമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എലിവേഷൻ ആംഗിൾ കണ്ടുപിടിച്ചൂടെ. അപ്പോൾ ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, AGSO അറിയാം, സൈൻ ബി കണ്ടുപിടിക്കുക, ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക. ബ്രാക്കറ്റിന് പുറത്ത് ആർക്ക് കോസ് ആണല്ലേ, സോ കോസ് ഇൻവേഴ്സ് റീപ്ലേസ് ചെയ്തിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിലുള്ള വാല്യൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എലിവേഷൻ ആംഗിളും കിട്ടി. ഓക്കെ, അപ്പൊ അസിമുത്ത് ആംഗിൾ എന്ത് കിട്ടി, 162.9 ഡിഗ്രി കിട്ടി. എലിവേഷൻ ആംഗിൾ എന്ത് കിട്ടി, 48 ഡിഗ്രി കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ലുക്ക് ആംഗിൾസിന്റെ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം അസിമുത്ത് ആംഗിൾ കണ്ടുപിടിക്കുക, ദെൻ എലിവേഷൻ ആംഗിൾ കണ്ടുപിടിക്കുക. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.